ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും കാർഡിനലായിട്ടുള്ള പോയിന്റ് ഇതുവരെ ഒരാളും ഒരു ചാനലും ഒരു യൂട്യൂബ് ചാനലും ഡിജിറ്റൽ ചാനലും സാറ്റലൈറ്റ് ചാനലും 24-ഉം റിപ്പോർട്ടറും ഒരാളും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒറ്റയ്ക്ക് നയിക്കുന്നു, ഒറ്റയ്ക്ക് നേടാൻ നോക്കുന്നു, വീണുപോകും. പിണറായി വിജയൻ എന്ന രക്ഷകനെ കേരളം തേടിയിരുന്നത് കൊണ്ടാണ് രണ്ടാം മുന്നണി സർക്കാരായിട്ട് തുടർച്ചയായി പിണറായി വന്നത്. അന്ന് കിറ്റ് കൊടുത്തതിൻ്റെ ഒരു കഥയുണ്ട്. കിറ്റിലുപരിയായി, കിറ്റല്ല പ്രധാനം, ഞാൻ കിറ്റിനെ കുറിച്ചല്ല പറയുന്നത്. അന്ന് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ജയിക്കാൻ കാരണം പ്രളയകാലത്ത് എല്ലാ ദിവസവും പിണറായി വിജയൻ ചാനലുകളിൽ വന്ന് ഒരു രക്ഷകന്റെ റോളിൽ സംസാരിച്ചിരുന്നു. ഒരു സാന്ത്വനത്തിൻ്റെ റോൾ ഒന്നും കൊടുത്തില്ല. പ്രളയത്തിന് ആളുകൾക്ക് ഒന്നും കൊടുത്തില്ല. പക്ഷേ പ്രായമായവർക്കൊരു സഹോദരൻ, പ്രായം കുറഞ്ഞവർക്കൊരു പിതാവ് തുല്യൻ, പിതൃതുല്യൻ, ബാക്കിയുള്ളവർക്കൊരു അങ്കിള്, കൊച്ചുകുട്ടികൾക്കൊരു അപ്പൂപ്പൻ, കുറച്ച് പേർക്ക് സഹോദരൻ, ഇങ്ങനെ വീട്ടിൽ ബന്ധമുള്ള ഒരാൾ വന്നിരുന്ന് അതിവൈകാരികമായി സംസാരിക്കുന്ന പോലെ പിണറായി വിജയൻ എല്ലാ ദിവസവും കോവിഡ് കാലത്തും പ്രളയകാലത്തും പത്രസമ്മേളനം നടത്തിയിരുന്നു. അതാര് PR ചെയ്ത് പറഞ്ഞു കൊടുത്താണെങ്കിലും അതിമനോഹരമായിരുന്നു. അതിൻ്റെ ഗുണം രണ്ടാം മുന്നണി സർക്കാരായിട്ട് പിണറായിക്ക് വരാൻ പറ്റി. അന്നൊരു രക്ഷകനെ തേടിയിരുന്നു. ഇന്ന് കേരളത്തിനൊരു രക്ഷകനെ അല്ല കേരളത്തിന് ആവശ്യം. കേരളത്തിന് ഇന്ന് ആവശ്യം സ്വാതന്ത്ര്യവും ജനാധിപത്യവും കുറെ കൂടി സുതാര്യമായിട്ടുള്ള ഭരണമാണ് ജനങ്ങൾക്ക് ആവശ്യം. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോൾ പിണറായി വിജയൻ അല്ലാതെ എവിടെയാണ് പ്രകാശ് കാരാട്ട്? വൃന്ദ കാരാട്ട് എവിടെ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്. എവിടെയാണ് ദേശീയ നേതൃത്വം? എവിടെയാണ് MA ബേബി? എവിടെയാണ് തോമസ് ഐസക്ക്? എവിടെയാണ് ജയരാജന്മാർ? എവിടെയാണ് TP രാമകൃഷ്ണൻ? എവിടെയാണ് ഘടകകക്ഷികൾ, ബിനോയ് വിശ്വമടക്കമുള്ള ഘടകകക്ഷികൾ? പത്രസമ്മേളനം നടത്തുന്നതായിട്ട് സ്വരാജ് എന്തോ തലയ്ക്ക് വെളിവില്ലാതെ വിളിച്ച് പറഞ്ഞവർ കാര്യമില്ല. സ്വരാജ് പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. MV ഗോവിന്ദൻ എവിടെ ഈ തെരഞ്ഞെടുപ്പിൽ? സകലതും തൻ്റെ മണ്ടയിൽ വച്ചപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് VD സതീശൻ്റെ കെണിയിൽ പിണറായി വിജയൻ വീണു. ഇപ്പം പിണറായി വിജയൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ ചാനലുകളിൽ? ഡീലെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? ഞങ്ങൾക്കങ്ങനെ ഡീലൊന്നുമില്ല, ശുദ്ധ അസംബന്ധമാണെന്നൊക്കെ പറഞ്ഞ് സ്ഥലജലഭ്രമത്തിലേക്ക് പോയി പിണറായി വിജയൻ. എങ്ങനെ അങ്ങനെ പോകാൻ പറ്റി? മുഴുവൻ തൻ്റെ തലയിലും തൻ്റെ തോളിലും കയറ്റാൻ ശ്രമിച്ചതാണ്. സുധാകരനെ ഒഴിവാക്കി, തോമസ് ഐസക്കിനെ മൂലക്കിരുത്തി, ശൈലജയെ കൊണ്ട് ബാലികേറ മലയിലിട്ടു, കണ്ണൂരിൽ ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്ത് അവിടെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. കേരളമാകെ പാർട്ടിക്കകത്ത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഏകഛത്രാധിപതിയായി ഒരു കുടക്കീഴിലെല്ലാം കൊണ്ടുവരാനും കൊട താൻ തന്നെ പിടിക്കണമെന്നും, കൊട കീഴിൽ കൊണ്ടുവരണത് പോട്ടെ, മുഖ്യമന്ത്രിയെ താൻ തന്നെ കൊട പിടിക്കണമെന്നും, സ്വന്തം കൊട സ്വന്തമായി പിടിക്കുമെന്നുള്ള ഒരു പിടിവാശിയിൽ പിണറായി വിജയൻ ഒരു ദുരന്തത്തിലേക്ക് പോവുകയാണ്. ഇതാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ജയിച്ചാൽ സമ്മതിച്ചു കൊടുക്കണം, അദ്ദേഹമാണ് സർവാധിപതി, ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയായി വീണ്ടും വാഴുന്നു. ജനാധിപത്യത്തിലൂടെ വന്ന ഏകാധിപതി, തിരഞ്ഞെടുപ്പിലൂടെ വന്ന ഏകാധിപതി. പക്ഷെ തോറ്റുപോയാൽ ഇപ്പോൾ അദ്ദേഹം പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഇതുവരെ അദ്ദേഹം പ്രത്യാക്രമണത്തിലാണ് നിന്നതെങ്കിൽ, ആക്രമണത്തിലാണ് നിന്നതെങ്കിൽ ഇപ്പോൾ ബാക്ക്വേഡ് പോവുകയാണ്. ഫുട്ബോളിൽ ഫോർവേഡ് പൊക്കൊണ്ടിരുന്ന ആൾ ബാക്ക്വേഡ് പോവുകയാണ്. ഇന്നത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കൂ, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രവാക്കുകൾ നോക്കൂ. അദ്ദേഹം പ്രതിരോധത്തിലേക്കാണ് പോകുന്നത്. ആര് പറഞ്ഞു ഇവിടെ ഡീലുണ്ടെന്ന്?
ഇത് തന്നെയാണ്. അതായത് ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചു സതീശൻ. ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇങ്ങനെ വരും എന്ന് ഉണ്ട്. ലീഡിങ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കോടതിയിൽ അതുകൊണ്ടാണ് ലീഡിങ് ക്വസ്റ്റ്യൻ അനുവദിക്കത്തില്ല. ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനകത്ത് ഉത്തരം അതിൻ്റെ കൂടെ ഇന്ന ഉത്തരമേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ പകലാണോ രാത്രിയാണോ എന്ന് ചോദിച്ചാൽ പകലെന്ന് ഉത്തരമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ പാടില്ല. പക്ഷേ വി ഡി സതീശൻ്റെ അങ്ങനത്തെ ചോദ്യങ്ങളിൽ കൃത്യമായി പിണറായി വിജയൻ പെട്ടുപോയി. പാവം പിണറായി വിജയൻ ഇന്ന് ചോദിക്കുന്നത് ഡീലുണ്ടോ? പാലക്കാട് ഡീലുണ്ടെന്ന് ആര് പറഞ്ഞു? എവിടെയാണ് ഡീല്? അസംബന്ധമല്ലേ? തോന്നിയവാസമല്ലേ? ചെറ്റത്തരമല്ലേ? ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഉള്ള സമയം കൊടുക്കേണ്ടി വരുന്നു. നിങ്ങൾ വികസനം പറയൂ, ഡീലിനെ കുറിച്ച് പിന്നെ പറയാം. വികസനം അവിടെ നിൽക്കട്ടെന്നേ. നമുക്കറിയേണ്ടത് ഡീലാണ്, നമുക്കറിയേണ്ടത് സ്വാതന്ത്ര്യമാണ്, നമുക്കറിയേണ്ടത് ജനാധിപത്യമാണ്, നമുക്കറിയേണ്ടത് വികസനത്തെക്കാളുപരി ഉച്ഛ്വാസ വായു ശ്വസിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ഇവിടെ പാർട്ടിക്കാരല്ലാത്തവർക്ക് ജീവിക്കാൻ കഴിയുമോ? പാർട്ടിക്കാരല്ലാത്തവർക്ക് ജോലി കിട്ടുമോ? പാർട്ടിയുടെ ബന്ധുക്കളല്ലാത്തവർക്ക് ജോലിയിൽ തുടരാൻ അവസരം കൊടുക്കുമോ? വലിയ ചോദ്യമാണത്. പാർട്ടിക്കാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? സോവിയറ്റ് റഷ്യയിലൊക്കെ ചെയ്തതുപോലെ, ബംഗാളിൽ ചെയ്തതുപോലെ, ക്യൂബയിൽ ചെയ്ത് ഇപ്പോൾ അവസാനം ക്യൂബയിലെ പാർട്ടി ഓഫീസ് അടിച്ചു തുടങ്ങി സഹാക്കൾ കയറിയിട്ട്. വലിയ മോശമാണ്. ഇവിടെ ജനാധിപത്യം വാണേ കഴിയൂ. കേരളത്തിൽ സുതാര്യത വാണേ കഴിയൂ. അതില്ലല്ലോ. ബാക്ക് ഡോർ നിയമനങ്ങൾ, പിൻവാതിൽ പരിപാടികൾ, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഒരു ഭരണവ്യവസ്ഥയിൽ. ഇന്നലെ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നൊരു ആരോപണമുണ്ട്. 700 കോടി രൂപയാണ് യാതൊരു കൊട്ടേഷനും ബിഡും ഒന്നുമില്ലാതൊരു ഏജൻസി കൊടുക്കുന്നത്. സകല നിർമ്മാണ പ്രവർത്തനങ്ങളും കരാർ പ്രവർത്തനങ്ങളും അവർ ഏജൻസി നല്ലതാണ്. 100 വർഷം ആയി, വലിയ പേരുള്ള ഏജൻസിയാണ്, ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള ഏജൻസിയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ ഏകഛത്രാധിപതിയെപ്പോലെ ഒരു ഏജൻസിക്ക് മാത്രം കൊടുക്കുകയും ശബരിമല ആഗോള സംഘം പോലും കൊടുക്കുകയും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും കൊടുക്കുകയും സ്പെഷ്യലൈസ് ചെയ്ത കാര്യങ്ങൾ കൊടുക്കുന്നത് പോട്ടെ, നമുക്ക് സഹിക്കാം. സകല കാര്യങ്ങളും ഒരു ഏജൻസിയിലേക്ക് പോവുകയും ഏജൻസിയുടെ ആളുകൾ കൃത്യമായി ഭരണവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ഭരണകൂടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന പുതിയ സാഹചര്യത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത പ്രതിരോധത്തിലേക്ക് പോയ ഒരു മുഖ്യമന്ത്രിയെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കാണുന്നത്. പ്രതിരോധത്തിലേക്ക് പോയ ഒരു പിണറായി വിജയനെ കാണുന്നത് അത്ര സൗന്ദര്യമുള്ള കാര്യമല്ല. സിംഹം പല്ല് കൊഴിഞ്ഞു പോയാലും സിംഹം തന്നെയല്ലേ. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ ആന മെലിഞ്ഞു പോകുന്നു, തൊഴുത്തിനേക്കാൾ മെലിഞ്ഞു പോകുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ പ്രതിരോധത്തിലാവുകയാണ്. കൃത്യമായ ഡീലുകളെക്കുറിച്ചുള്ള ഉത്തരം പറയാൻ കഴിയാതെ, കൃത്യമായി ചോദിക്കുന്ന ഡോക്ടർ ബി അശോകനെ പോലെയുള്ള IAS ഉദ്യോഗസ്ഥർ പറയുന്ന, അവർ ലേഖനം എഴുതി ഡോക്ടർ ബി അശോക് കേരള ശബ്ദത്തിൽ, നീണ്ട ലേഖനമാണ്. ഓരോ പൂച്ചട്ടി കൊണ്ട് അടിച്ച കാലം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കാര്യവും പുള്ളി പറയുന്നു. എങ്ങനെയാണ് ഇതിനെ തയ്യാറെടുപ്പിക്കുക? വളരെ കൃത്യമായി നമുക്ക് ആലോചിക്കേണ്ടുന്ന വലിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏകഛത്രാധിപതിയെപ്പോലെ, രാജാവിനെപ്പോലെ രണ്ടാം ഭരണത്തിൽ വന്ന പിണറായി വിജയൻ്റെ കൃത്യമായ ഒരു ഡിഫൻഡിലേക്ക് പോകുന്ന, പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് അതിദയനീയമായ കാഴ്ച. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് ജയിക്കുന്നില്ല അത് ഞങ്ങളുടെ മാൻഡേറ്റ് അല്ല. അത് ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്നവർ ജയിക്കട്ടെ, വീണ്ടും LDF പറ്റുമെങ്കിൽ തുടരട്ടെ, അതിനേക്കാൾ പറ്റുന്നത് മറ്റവരാണെങ്കിൽ അവർ വരട്ടെ, ഇനി BJPക്ക് കൂടുതൽ, അതൊന്നും ഞങ്ങളുടെ മാൻഡേറ്റേ അല്ല. ഞങ്ങളുടെ മാൻഡേറ്റ് കാണുന്ന കാര്യങ്ങൾ സത്യസന്ധമായി സമൂഹത്തോട് പറയുക. രാജാവിനെ പോലെ രണ്ടാം ഭരണത്തിൽ വന്ന പിണറായി വിജയൻ്റെ പ്രതിരോധത്തിൻ്റെ നാളുകളാണ് കാണുന്നത്. ഇതെത്ര കണ്ട് പ്രതിരോധിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു ബാക്കി നേതാക്കൾ എവിടെ.